വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചരിത്രത്തിന്റെ താളുകളിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു ധീര രക്തസാക്ഷിയുടെ കഥയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞങ്ങളുടെ കഥയുടെ പേര് കദ്ദാബിന്റെ മുമ്പിൽ ഇടറാത്ത പുലിക്കുട്ടി. അതെ, കദ്ദാബിന്റെ മുന്നിൽ ഇടറാത്ത പുലിക്കുട്ടി. തുടങ്ങട്ടെ ബിസ്മില്ലാ, സ്തുതി മുഴുവൻ നിനക്കല്ലാ, സലാത്ത് സലാം നബിക്കല്ലാ, മുഹമ്മദ് യാ റസൂലല്ലാ. പരിശുദ്ധ റസൂലിന്റെ തിരുദൂതർ ഹബീബിന്റെ, പരിശുദ്ധ റസൂലിന്റെ തിരുദൂതർ ഹബീബിന്റെ കഥനമതേറും ചരിതങ്ങൾ ഇശലായി ഞങ്ങൾ കോർത്തിടാം, ഇശലായി ഞങ്ങൾ കോർത്തിടാം. ഹിജ്റ 9-ാം വർഷത്തിൽ ഒരു പ്രഭാതം, ശാന്തമായ മദീന പട്ടണം. വഴിയിൽ കച്ചവടക്കാർ നിരനിരയായി കച്ചവടം നടത്തുന്നു. അങ്ങിങ്ങായി പട്ടണത്തിലേക്കെത്തിയ ആവശ്യക്കാരുടെ കുതിരകളിൽ ഒട്ടകങ്ങളിൽ ബന്ധിപ്പിച്ചതായി കാണാം. അധികം അങ്ങകലെയായിട്ട് ഒരാൾ കടന്നു വരുന്നുണ്ടല്ലോ. ഒന്നും രണ്ടുമല്ല, ഒരു കൂട്ടം ആളുകളുണ്ടവർ. കെട്ടുമട്ടും കണ്ട കാര്യം അവർ നജദുകാരാണ്. അവരിങ്ങടുത്തു തറയും. നജദിൽ നിന്നുള്ള ബനു ഹനീഫ ഗോത്രക്കാരാണ് അവർ. തിരുനബിയെ നേരെ കണ്ട് ഇസ്ലാം വിശ്വസിക്കാനും ബൈഅത്ത് ചെയ്യാനുമാണ് അവർ വരുന്നത്. അവരവരുടെ കുതിരകളെയും ഒട്ടകങ്ങളെയും ഒരു മരച്ചുവട്ടിൽ ബന്ധിപ്പിച്ചു. കൂട്ടത്തിൽ മുസൈലിമത്ത് ബിൻ ഹബീബുൽ ഹനഫി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെയും അവരവിടെ നിർത്തി. അവർ പ്രവാചക സന്നിധിയിൽ എത്തിക്കൊണ്ട് പറയുകയായി, സലാം സലാം തിരു ത്വാഹ ത്വാഹ, അണഞ്ഞിടുന്നിത താജ താജ. സലാം സലാം തിരു ത്വാഹ ത്വാഹ, അണഞ്ഞിടുന്നിത താജ താജ. സത്യമതത്തിൻ നിർമ്മണ വഴിയിൽ, സത്യമതത്തിൻ നിർമ്മണ വഴിയിൽ ഞങ്ങൾ ചേരാം സദാ സദാ, ഞങ്ങൾ ചേരാം സദാ സദാ. നബിയെ, ഞങ്ങളും അങ്ങയുടെ ദീനുൽ ഇസ്ലാം കൊണ്ട് വിശ്വസിക്കുന്നു. ഇസ്ലാം ആശ്ലേഷിച്ച എല്ലാ ബനൂ ഹനീഫക്കാർക്കും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരിതോഷികങ്ങൾ നൽകി. കൂട്ടത്തിൽ ഒട്ടകത്തെ നോക്കാൻ ഏൽപ്പിച്ച മുസൈലിമ നബി തങ്ങളെ മറന്നില്ല. അങ്ങനെ അവർ നജദിലേക്ക് യാത്രയായി. അധിക നാളുകൾ കഴിഞ്ഞില്ല, ആ വാർത്ത മദീനയിലേക്ക് മതി. അതെ, മുസൈലിമ മുർത്തദായിരിക്കുന്നു. അത് മാത്രമോ, താൻ ബനൂ ഹനീഫയിലേക്ക് അയക്കപ്പെട്ട പ്രവാചകങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യുന്നു. നാൾക്ക് നാൾ കഴിയുന്തോറും മുസൈലിമയുടെ കൂട്ടത്തിലൂടെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഒപ്പം അവന്റെ ധിക്കാരവും. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും മദീന പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ കടന്നു വന്ന് നബി തങ്ങൾക്കൊരു കത്ത് നൽകി. കത്ത് വായിച്ചത് പൊന്ന റസൂലിന്റെ മുഖം വിവരണമായി. എന്തായിരുന്നു ആ കത്തിൽ? നബിയേ മുഹമ്മദേ മുസൈലിമത്ത് എഴുതുന്നിതാ നിങ്ങൾക്കായൊരു കത്ത്. നിങ്ങൾ റസൂലല്ലേ പതിമക്കത്ത്, ഞാനും റസൂലാണി നജദിൽ പോത്ത്. അങ്ങേ ദുനിയാവിൽ പകുതി നോക്ക്, ഞാനും മറുപാതി വിടർത്താമക്ക. നബിയോർക്കിതു കേട്ട് മുഖം തൂടുത്ത്, റബ്ബിന്റെ ധീരാണി പഹയെന്നോത്ത്. അതെ, അള്ളാഹിന്റെ പ്രവാചകൻ മുസൈലിമ അള്ളാഹിന്റെ പ്രവാചകൻ മുഹമ്മദിനെ എഴുതുന്ന കത്ത്. ഞാനും നിന്നെപ്പോലെ ഒരു പ്രവാചകനാണ്. ഭൂമിയുടെ പകുതി ഭാഗം നിനക്കും പകുതി ഭാഗം എനിക്കുമുള്ളതാണ്. ദൂതന്മാരെ അരിഞ്ഞു വീഴ്ത്ത തെറ്റല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ അരിഞ്ഞു വീഴ്ത്തിയാണ്. കത്ത് വായിച്ചത് പൊന്ന റസൂൽ കോപത്തോടെ പോയിരുന്നു. ആ കത്തിന് തക്ക മറുപടി തന്നെ നബി തങ്ങൾ മുസൈലിമക്ക് അയച്ചു കൊടുത്തു. ദിവസങ്ങൾ കഴിഞ്ഞു. ദിവസങ്ങൾ കഴിയുന്തോറും മുസൈലിമയുടെ ധിക്കാരം വർദ്ധിച്ചു വരികയാണ്. അവർക്ക് ശക്തമായ താക്കീത് നൽകാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ചു. പക്ഷേ കത്തുമായി ആരെ നജദിലേക്ക് അയക്കും? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തയിലാണ്ടു.
പുണ്യ റസൂലിൻ മദീനത്തൊപ്പിൽ പൂവായി വിരിഞ്ഞുള്ളോരാം ധീരരെ അസീദിന്റെ പുന്നാര പുത്രനായി ഉമ്മു അമ്മാറിൽ പിറന്നുള്ളോരെ റസൂലവരിൽ റളിയല്ലാഹു റസൂലവരിൽ റളിയല്ലാഹു ധീര ധീര ചരിതമില്ലെങ്കും നൂരെ ആ ധീര ധീര ചരിതമില്ലെങ്കും നൂരെ പുണ്യ റസൂലിൻ മദീനത്തൊപ്പിൽ പൂവായി വിരിഞ്ഞുള്ളോരാം ധീരരെ ചെയ്തിന്റെ പുന്നാര പുത്രനായി ഉമ്മു അമ്മാരിൽ പിറന്നുള്ളോരെ. അതെ, നമ്മുടെ കഥാപുരുഷൻ ഹാബിബിന് സെയ്ദുള്ളതാണ്. സെയ്ദുബിന് കാസിമിന്റെയും ധീര വനിത ഉമ്മു അമ്മാറിന്റെയും പൊന്നോമന പുത്രൻ. ബദറും ഉഹദും ഒഴികെയുള്ള എല്ലാ യുദ്ധങ്ങളിലും ഹാബിബിന് സെയ്ദുള്ളതാണ് പങ്കെടുത്തിട്ടുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്തുമായി നജദിലേക്കാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുത്തത് ഹാബിബിന് സെയ്ദുള്ളതാണ് തന്നെയാണ്. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ലല്ലോ. ഹാബിബിന് സെയ്ദുള്ളതാണ് ആ ദൗത്യം ധൈര്യപൂർവ്വം ഏറ്റെടുക്കുകയായി. ഹക്കിലർക്കണ വാർത്തയറിഞ്ഞതുമെന്ന് ഹബീബെന്നോരെ ശക്കില്ലാത്ത റസൂലിൻ കത്തൊന്നേ ദിഖാനജതിലെ പക്ക തട്ടിപ്പിന്നശാനയിലസം മുഖ്യ മുസൈലിമത്തിൻ ദർബാറിൽ ചെന്നേറുന്നേ. സമയം സന്ധ്യയോടെടുക്കുന്നു. വിജനമായ മരുഭൂമി. കിളികൾ കളകുജനമൊഴുക്കിക്കൊണ്ട് തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുന്നു. അങ്ങിങ്ങായി തലയുർത്തി നിൽക്കുന്ന ഈന്തപ്പനകൾ ഒരൽപ്പം തലകുണിച്ചതുപോലെ. ദാ അധിക ദൂരമല്ലാതെ ഒരു പട്ടണം കാണാമല്ലോ. താഴ്വരയിൽ ഉയർന്നു നിൽക്കുന്ന ആ പട്ടണം നജദ് തന്നെ. ഹാബിബിന് സെയ്ദുള്ളതാണ് തന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി. അടിമുടി പതറാതെ മുസ്ലിമുടെ കൊട്ടാരത്തിൽ ചെന്നു. നബി തങ്ങളുടെ കത്ത് മുസ്ലിമിക്ക് എത്തിച്ചു. കത്ത് വായിച്ചത് മുസ്ലിമ പൊട്ടിത്തെറിച്ചോ. അവന്റെ ധിക്കാരം ഉരുണ്ടു തുള്ളി. അവൻ അലറി വിളിച്ചോ, ആരെവിടെ? ഈ ധിക്കാരെ കൊണ്ടുപോയി തുറങ്ങളിൽ അടക്കുക. നാളെ പ്രഭാതത്തിൽ രാജ്യസഭയിൽ ഹാജരാക്കുക. മുസ്ലിമുടെ കിങ്ങനന്മാർ ഹബീബ് റളിയല്ലാഹുവിനെ തുറങ്ങളിൽ അടച്ചു. പ്രഭാതമാകെ മൂടി നിൽക്കുന്ന അന്തരീക്ഷം. എന്തോ സംഭവിക്കാനുള്ളത് പോലെ. മുസ്ലിം ആസനസ്ഥനായിക്കൊണ്ട് അവൻ കൽപ്പിച്ചു, ആരവിടെ? ആ ധിക്കാരെ കൊണ്ടുവരിക. ഹബീബിന് സെയ്ദുള്ളാഹു കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവനായി ജനങ്ങൾക്കിടയിലൂടെ വലിച്ചു കൊണ്ടുവന്നു. തന്റെ മുന്നിൽ ബന്ധിക്കപ്പെട്ട ഹബീബിന് സെയ്ദുള്ളാഹിനോട് മുസ്ലിം ചോദിച്ചു, മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് നീ വിശ്വസിക്കുന്നുവോ? അതെ, എന്റെ പൊന്നാര നബി അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ്. അപ്പോൾ നാം അള്ളാഹുവിന്റെ പ്രവാചകനല്ലയോ? നീ വല്ലതും പറഞ്ഞോ? എന്റെ ചെവിക്കൊന്നും കേട്ടില്ല. എന്തേ നമ്മെ പരിഹസിക്കുന്നുവോ? ഇവന്റെ ചെവി മുറിച്ചു കളയുക. ഹബീബിന് സെയ്ദുള്ളാഹിന്റെ രക്തത്തിൽ കുതിർന്ന ചെവി നിലത്ത് വീണു. മുസ്ലിം തന്റെ ചോദ്യം വീണ്ടും ആവർത്തിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഹബീബ് റളിയല്ലാഹു തന്റെ ഉത്തരം ഒരു കൂസലുമില്ലാതെ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. തുണ്ടം തുണ്ടമായ ആ ശരീരത്തെ മുസ്ലിം മടക്കിമാർ വെട്ടി നോക്കി. ഹബീബിന് സെയ്ദുള്ളാഹു എന്നേക്കുമായി അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ മാഞ്ഞുമറഞ്ഞു. മണ്ണും വിണ്ണെല്ലാം കണ്ണീരായി തീർന്ന ചരിതം ഞങ്ങൾ നിർത്തുന്നേ. മന്നാനെ നിന്റെ ജന്നാത്തോപ്പിലായി അവരോടൊപ്പം നീ ചേർക്കളേ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചു കഥാപ്രസംഗം അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.